ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ പാരലോഗ്രാംസ് അഥവാ സാമാന്തരികങ്ങളിലെ പേജ് നമ്പർ 187-ലെ 3ാമത്തെ ചോദ്യവും 4ാമത്തെ ചോദ്യവുമാണ് ചെയ്യുന്നത്. 3ാമത്തെ ചോദ്യത്തിന് ഫിഗർ തന്നിട്ടുണ്ട്. അതായത് രണ്ട് സമാന്തര വരകൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഇങ്ങോട്ടും വരച്ചിട്ടുണ്ട്. അപ്പോൾ നടുക്ക് ഒരു സാമാന്തരികം രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ പാദത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ഈ രണ്ട് സമാന്തര വരകൾ തമ്മിലുള്ള അകലം അഥവാ ഉയരം അത് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. അതിങ്ങനെ സമാന്തര വരച്ചപ്പോഴുള്ള തമ്മിലുള്ള അകലവും 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് അഥവാ പരപ്പളവും ചുറ്റളവും കണ്ടുപിടിക്കണം. ഇത് ഫിഗറിൽ 2 പെയർ ഓഫ് പാരലൽ ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. അവ തമ്മിലുള്ള അകലങ്ങളാണ് 2 സെൻറ്റിമീറ്റേഴ്സും 3 സെൻറ്റിമീറ്റേഴ്സും. അപ്പോൾ ഒരു പാരലോഗ്രാം ഫോം ചെയ്യുന്നുണ്ട്. ആ പാരലോഗ്രത്തിൻ്റെ ബേസ് ആയിട്ട് 4 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാരലോഗ്രത്തിൻ്റെ ഏരിയയും കാണണം, പെരിമീറ്ററും കാണണം. അപ്പം നമുക്ക് ഒരു പാരലോഗ്രത്തിൻ്റെ ഏരിയ കാണാനുള്ളത് നമുക്ക് മെത്തേഡ് അറിയാം. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് നമുക്ക് 4 സെൻറ്റിമീറ്റർ എന്നറിയാം. ബേസ് 4 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഹൈറ്റ് ആണ് നോക്കേണ്ടത് അല്ലേ? അതല്ല ഈ പാരലോഗ്രത്തിൻ്റെ ഹൈറ്റ്, അത് 3 ആണ്. 4 3s എത്രയാണ്? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് എന്ത്? പരപ്പളവ്. ഇനി ചുറ്റളവും കൂടെ കാണണം. ചുറ്റളവ് കാണണമെങ്കിൽ ഈ പാരലോഗ്രത്തിന്റെ 2ാമത്തെ വശത്തിന്റെ നീളം കൂടെ കണ്ടുപിടിക്കണം. ഈ സാമാന്തരികത്തിന്റെ 2ാമത്തെ വശത്തിന്റെ നീളം കാണണമെങ്കിൽ നമുക്ക് ആ വശത്തിനെ പാദമായിട്ട് എടുത്തുകൊണ്ട് ഈ 2 സെൻറ്റിമീറ്ററിന് ഉയരമായിട്ടും എടുത്തുകൊണ്ട് പരപ്പളവ് കാണണം അല്ലേ? പരപ്പളവ് ഒരു സാമാന്തരികത്തിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടാലും സെയിം തന്നെയല്ലേ? ഇപ്പം നമുക്ക് പരപ്പളവ് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടുകയും ചെയ്തല്ലോ. അപ്പോൾ പാദമായിട്ട് ഈ വശത്തിന് എടുക്കുക. ഞാനിവിടെ സാമാന്തരികത്തിന് പേര് കൊടുക്കാം, ABCD. പാരലോഗ്രത്തിൻ്റെ പേര് ABCD. അപ്പോൾ BC ബേസ് ആക്കിക്കൊണ്ട്, അപ്പോൾ BC പാദമാക്കിക്കൊണ്ട് ഇൻറ്റു ഉയരം. ഉയരം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ വരും? ഇതാണ് ഉയരം അല്ല, ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഉയരം. അത് തന്നെയല്ല ഈ 2 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 2 ഈക്വൽ ടു എത്ര കിട്ടി? പരപ്പളവ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BC എത്ര വരും? ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പം ഹരണമായി, അപ്പോൾ 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ 2ാമത്തെ വശം 6 സെൻറ്റിമീറ്ററിന് കിട്ടിയല്ലോ. ആദ്യത്തെ വശം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണണമെങ്കിൽ 4 വശം കൂടെ കൂട്ടിയാൽ മതി അല്ലേ? 1ാമത്തെ വശം 4 സെൻറ്റിമീറ്റർ, 2ാമത്തെ വശം 6, 3ാമത്തെ വീണ്ടും 4, 4ാമത്തെ 6. 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. ചുറ്റളവ് 20 സെൻറ്റിമീറ്റർ ആയി. മനസ്സിലായല്ലോ? ഇനി 4ാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. 4ാമത്തെ ചോദ്യം ഇതാണ്. ഒരു സാമാന്തരികത്തിന്റെ 2 വശങ്ങൾ 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. ചെറിയ വശങ്ങൾ തമ്മിലുള്ള അകലം 6 സെൻറ്റിമീറ്റർ ആണ്. അവിടെ 2 പാർട്ടുണ്ട്. 1ാമത്തെ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണണം, 2ാമത്തെ 12 സെൻറ്റിമീറ്റർ നീളമുള്ള വശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണെന്നും കൂടെ കാണണം. അപ്പം നമുക്കിവിടെ ഫിഗർ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ പാരലോഗ്രത്തിന്റെ 2 സൈഡ്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 12 സെൻറ്റിമീറ്റേഴ്സും 10 സെൻറ്റിമീറ്റേഴ്സും. അതനുസരിച്ച് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. കറക്റ്റ് മെഷറൊന്നും വേണ്ട, റഫായിട്ട് വരച്ചാൽ മതി. അപ്പം ഞാനിവിടെ ഇതിന് 10 സെൻറ്റിമീറ്ററും ഇത് 12 സെൻറ്റിമീറ്ററും ആയിട്ട് എടുത്തു. അപ്പോൾ ചെറിയ വശങ്ങൾ എന്ന് പറയുന്നത് ഈ 2 വശങ്ങളാണ്. അവ തമ്മിലുള്ള അകലം 6 സെൻറ്റിമീറ്റർ എന്നും എടുത്തു. അപ്പോൾ നമുക്ക് ഏരിയ കാണാം. ഏരിയ അഥവാ പരപ്പളവ് ആണ് ആദ്യത്തെ ചോദ്യം. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എന്ന് പറയുന്ന പാദം 10ഉം ഉയരം 6ഉമാണ്. അപ്പോൾ 60 ചതുരശ്ര സെൻറ്റിമീറ്റർ അഥവാ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഏരിയ കിട്ടിയത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ 2 വശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഈ ഒരു അകലമാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് പരപ്പളവ് കിട്ടി, ഏരിയ കിട്ടി. അത് തന്നെയാണല്ലോ ഇത് പാദമായിട്ടും ഈ ഇപ്പം വരച്ച വര ഉയരമായിട്ടും എടുത്ത്
ചെയ്താലും അല്ലേ. ഇപ്പോൾ പാദം 12ഉം ഉയരം നമുക്കറിയത്തില്ല, അതിനെ എച്ച് എന്ന് എടുക്കാം, ഈക്വൽ ടു 60 തന്നെയല്ലേ. രണ്ടും ഇത് പാദമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എതിർവശത്തിലേക്ക് വരയ്ക്കുന്ന ഉയരമാണ് ഹൈറ്റായിട്ട് എടുക്കേണ്ടത്. ഈ 12 സെൻറ്റിമീറ്റർ പാദമായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അതും അതിൻ്റെ എതിർവശവും തമ്മിലുള്ള അകലമാണ് ഉയരമായിട്ട് വരേണ്ടത്. അത് നമുക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ ഉയരം എത്ര കിട്ടും? 60നെ ഈ ഗുണിച്ചിരിക്കുന്ന 12 കൊണ്ട് ഹരിക്കുക. 5 കിട്ടിയല്ലോ. 60നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ 12 സെൻറ്റിമീറ്റർ നീളമുള്ള വശങ്ങൾ തമ്മിലുള്ള അകലം 5 സെൻറ്റിമീറ്റർ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ് of length 12 centimeter is 5 centimeter. അല്ലെ, 12 സെൻറ്റിമീറ്റർ നീളമുള്ള വശങ്ങൾ തമ്മിലുള്ള അകലം 5 സെൻറ്റിമീറ്റർ ആണ്. രണ്ട് ചോദ്യങ്ങൾ മനസ്സിലായാലോ? എഴുതി പഠിക്കുക.